അളിയാ, നിന്റെ ചേച്ചി ചെറുപ്പം മുതലേ ഇങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു? ഒന്നും അല്ലടാ, പെട്ടെന്നാണ് മൂഡ് മാറിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ആ അങ്ങനൊക്കെ മൂഡ് മാറും. ലച്ചേ, ഇങ്ങനെ കരയാതെ. കുട്ടുമാമൻ ഇങ്ങനെ വല്ലതും കാണിക്കുവാണെങ്കിൽ അമ്മ ചിരിക്കോ? എന്റെ ശ്രീ അങ്ങനെയൊന്നും കാണിക്കൂല. എന്റെ ശ്രീയെ നല്ല മനുഷ്യനാ. അയാൾ എന്നെ കാണാനൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഉണ്ടല്ലോ വെറുതെയാ. ഇവിടെ ഒരു ഭാര്യ, അവിടെ വേറൊരു ഭാര്യ. എന്നാൽ ഈ സിദ്ധുവിന് ഭയങ്കര ബുദ്ധി എന്നല്ലേ. അമ്മായി നോക്കിക്കോ, കുട്ടുമാമനും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ചുമ്മാ ഇരുന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നശിക്കട്ടെ, എല്ലാരും നശിക്കട്ടെ, ആരും നന്നാവരുത്. ഇങ്ങനെ ശപിക്കാതെ ലച്ചു. ഞാൻ ശപിക്കും. ഞാനും എപ്പോഴാണ് ആലോചിക്കുന്നത്, അയാൾക്ക് ഇപ്പൊ പഴയതുപോലെ എന്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല അമ്മായി. ഞാൻ എന്ത് പറഞ്ഞാലും മൊത്തത്തിൽ ഒരു അവഗണനയാണ്. നീ ചുമ്മാ ഓരോന്നും ആലോചിച്ച് കൂട്ടാതെ. നിനക്ക് വെറുതെ തോന്നുന്നേ എനിക്കിതൊക്കെ. തോന്നലല്ലേ അമ്മായി? ഞാൻ അയാള് വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന ആളല്ലേ. അതൊക്കെ തന്നെ അമ്മായി. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഈ അറബി പെമ്പിള്ളേരെ കാണാനേ ഭയങ്കര സൗന്ദര്യമാണല്ലേ? സത്യം പറയട്ടെ ലച്ചു, ഈ അറബി പിള്ളേരെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? നല്ല നീണ്ട കണ്ണ്, നല്ല ഭംഗിയുള്ള മൂക്ക്, ആപ്പിള് പോലെ തുടുത്ത കവള്. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. അമ്മായി, ഓ, ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. എന്നെ കാണാൻ സൗന്ദര്യമൊന്നുമില്ല. അറബി പെൺപിള്ളേരെ വെച്ച് നോക്കിയാ നീ അത്രയ്ക്ക് പോരാ. കരയല്ലേ ലച്ചു? എന്റെ കുഞ്ഞു കൊള്ളാം, എന്റെ കുഞ്ഞു സുന്ദരിയല്ലേ? എടാ, ഇവള് പറഞ്ഞേ കൊള്ളയല്ലേ? എല്ലാം പറഞ്ഞ തന്നെ തന്നെ മൈ ഞാനും കേട്ടതാ. എന്നാണ് കര? അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം കള്ളന്മാരാണ്. ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂല. അങ്ങനെയാണെങ്കിൽ മാമനോ? അതിന്റെ കേശുവേ, ഈ കുറച്ച് ആണുങ്ങൾ മാത്രമേ മാന്യന്മാരായിട്ടുള്ളൂ. അതിലൊരാളാണ് എന്റെ മാന്യൻ. അമ്മായി, അമ്മായി ഒരു കാര്യം ചെയ്യണം. ഒരു ടിക്കറ്റ് എടുത്തിട്ടേ മാമന്റെ അടുത്തോട്ട് പോയിട്ട് അവിടെ നോക്കണം. അവിടെ വല്ല സാറ കാണും. അളയന് യാറ, മാമന് സാറ. അതെ, ഞാൻ ഈ മറ്റേ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്. സാറ കാണും. പക്ഷെ ഈ ഗൗരി അവിടെ എത്തിയോണ്ടല്ല, ഈ സാരനെ വെട്ടി നുറുക്കി മരുഭൂമിയിൽ പട്ടിക്കിട്ട് കൊടുക്കും. അല്ല അമ്മ, ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും ചോദിക്കുകയാണ്. മരുഭൂമിയിൽ പട്ടിയുണ്ടോ? എന്നാ ഒട്ടകത്തിന് ഇട്ട് കൊടുക്കും. ഒട്ടകം വെയിറ്റേറിയനല്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് ആൻസർ അറിഞ്ഞൂടാ. ചേച്ചി പോട്ട് കരയണ്ട, നമുക്ക് അളയന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. ചേച്ചി ചേച്ചി ഒന്ന് ദുബായ് വരെ പോയി നോക്കുന്നു. ടിക്കറ്റ് എടുത്ത് ദുബായ് വരെ പോയി നോക്കട്ടെ. അല്ല ലച്ചുവേ, ഈ അവസരത്തിലേ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പറയാണ്, നീ ദുബായിൽ പോയി അവിടുത്തെ അറബി പെങ്കൊച്ചിനെ കണ്ടാലേ ചിലപ്പോ നിനക്ക് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നീ പോണ്ട, അല്ലേ? അത് പോട്ടെ, കരയല്ലേ? പോട്ട് 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 നമുക്ക് വിളിക്കണ്. യാറയുടെ അളി അല്ല, ചേച്ചിയുടെ അളി, എന്റെ അളി. പൊട്ടി വരും. താൻ പോയി തന്നെ യാറേനെ വിളിക്കണു. ചേച്ചി ചിലപ്പോ അങ്ങനെ വിളിക്കും. ലച്ചൂസ്, ലച്ചുമോൾ,
ലച്ചുമോൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ലച്ചൂസ്, എന്റെ മൊബൈൽ കണ്ടായിരുന്നോ? എനിക്കെന്തിനാ തന്റെ ഫോൺ? നിന്റെ പ്രശ്നം ഇതുവരെ മാറിയില്ല? അളിയാ, അമ്മായി ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാ? ഇല്ല. അമ്മായി, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? എടേ, നിന്റെ ദേഷ്യമൊക്കെ മാറ്റി വെച്ച് വേറെ കാര്യം ചോദിക്കും. ഇന്ന് വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ പുറത്തു പോകാൻ പറ്റുമോ? വൈകുന്നേരമോ? വൈകുന്നേരം ഞാൻ ഫ്രീ അല്ലേ, എനിക്ക് ദുബായിക്ക് കുറച്ച് കോൾസ് ചെയ്യണം. കേട്ടാ, ദുബായിക്ക് കുറച്ച് കോൾസ് ചെയ്യാനുണ്ടെന്ന്. അല്ലെങ്കിലും തനിക്കിപ്പോ എന്നെയൊന്നും അല്ലല്ലോ വേണ്ടത്. അളിയ, ഇവക്ക് എന്താ പറ്റി? സിദ്ധുവേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. സിദ്ധു വരാൻ വേണ്ടി ലച്ചു എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? ഞാൻ വന്നല്ലോ. സിദ്ധുവിന് ലച്ചുവിന് എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ? അതെനിക്കറിയാം. സിദ്ധു, ലച്ചുവിനെ പോലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം, പുണ്യം. അതിനിപ്പോ എന്താ, ലച്ചു എന്റെ ഭാര്യയാണല്ലോ. അളിയനെ സ്നേഹിക്ക്. சித்து எவ்வளோ காமெடி தெரியுமா? ஐயோ சித்து சித்து சித்து, வேற ஒன்றும் പറയാനില്ലേ? ரொம்ப நல்ல காமெடி சொன்னா. சிரிச்சு சிரிச்சு வயித்தெல்லாம் வலிச்சது. കോമഡിയാ? ആ, நிறைய சொன்னா. ഓഹോ, അപ്പൊ അയാൾ അവിടെ കോമഡി പറഞ്ഞോണ്ടിരിക്കുവാണല്ലേ. എന്റെ കാര്യത്തിലും മൈൻഡ് ഒന്നുമില്ല. നല്ലതാ. என்னாச்சு உனக்கு? பசிக்குதா? അതെ, എനിക്ക് വേറെ ചോദിക്കാനൊന്നുമില്ല. എന്താ എന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? എന്തുവാ? എനിക്ക് എന്താ ഇവിടെ കിടന്ന് ബഹളം വെച്ചൂടെ? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ കിടന്ന് ബഹളം വെക്കും. അപ്പൊ എന്താ? എന്റെ ലച്ചു, നീ അടുക്കളയിൽ കേറിയാ തന്നെ ഇവിടെ സ്വസ്ഥത സമാധാനമില്ല. അതെ, ഞാൻ അവളിപ്പോ എല്ലാവരും സ്വസ്ഥത കളയണത് എനിക്കറിയാത്. അല്ല, നിനക്ക് സമാധാനമായിട്ട് ഇവിടെ ജോലി ചെയ്താൽ എന്താ കുഴപ്പം? എന്താ ഇവിടെ പ്രശ്നം? എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയോ കിടന്ന് പറയുന്നു. ഒന്നുമില്ല അമ്മൂമ്മ, വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ചേച്ചിയുടെ കിളി പോയതാ. ആടാ, എന്റെ കിളി പോയതാ. ശരിയാ, എനിക്ക് മാത്രം ഇവിടെ കിളിയില്ല, ബാക്കി എല്ലാവർക്കും കിളിയുണ്ട് അല്ലേ? നിന്റെ കിളി പണ്ടേ പോയതല്ലയോ? അളിയൻ വന്നപ്പോഴെങ്കിലും ചേച്ചി നന്നാവുന്ന ഞങ്ങൾ വിചാരിച്ചു. കാല് മണിക്കൊന്നും തന്നാണല്ലോ, പൊക്കോളാ മുമ്പിന്ന്. പാറോയ്, നീ ചെല്ല് 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 ചെല്ല്, ഇവിടെ നിൽക്കേണ്ടപ്പോ. ചേച്ചി, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കാണാം. എന്തോന്ന് പരിഹാരം കാണാൻ? എടാ, എന്തുവാ കാര്യം? എന്താന്ന് വെച്ചാൽ തെളിച്ചൊന്ന് പറയോ? അതൊന്നും ഇല്ല അമ്മ. ഒന്നും ഇല്ല അമ്മാന്നാ? എന്തിനാണ് മറച്ചു വെക്കണേ? ഞാൻ പറയാം അമ്മേ, നിങ്ങളുടെ മരുമോനുണ്ടല്ലോ, നിങ്ങളുടെ മരുമോന് ആൾ ശരിയല്ല. അത് ഞാൻ പണ്ടേ പറയാറുണ്ടല്ലോ, നിങ്ങൾക്കല്ലേ മനസ്സിലാവാത്തത്? ചേച്ചി, അമ്മൂമ്മയുടെ മരുമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനാണ്. അപ്പൊ എന്നെ കെട്ടുവാനായിട്ട് വരും ഈ മറ്റേ കൊച്ചുമോൻ. ആ, നിങ്ങളുടെ കൊച്ചുമോനുണ്ടല്ലോ, കൊച്ചുമോന്റെ ആൾ ശരിയല്ല. അത് ഇവനല്ലയോ? അത് ഇവനാ. ഇവൻ ഒട്ടും ശരിയല്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അതല്ലെന്ന്, കൊച്ചുമോളുടെ ഭർത്താവ്, ചേച്ചിയുടെ ഭർത്താവ്. ആഹാ, സിദ്ധുമോനോ? അവനെന്ത് പറ്റി? അയ്യോ, സിദ്ധു മോനോ? എന്നാ കേട്ടോ, നിങ്ങളെ സിദ്ധു മോനുണ്ടല്ലോ, അവിടെ ദുബായില് വേറെ ഭാര്യ കൊച്ചൊക്കെ ഉണ്ട്. അയ്യോ, മോളെ, നീ പറയുന്നത് സത്യമാണോ? ഉള്ള കാര്യ പറഞ്ഞ, അവിടെ സിദ്ധുന് വേറെ അറബി പെണ്ണായിട്ട് കണക്ഷൻ ഒക്കെ ഉണ്ട്. നല്ല വിടർന്ന കണ്ണും, നല്ല ആപ്പിള് പോലത്തെ കവിളും, നല്ല ചുവന്ന ചുണ്ടും, നല്ല നീണ്ട മൂക്കൊക്കെ ആയിട്ട് വേറെ സെറ്റപ്പ് ഒക്കെ ആയിട്ട്. അതിന് മക്കള് കണ്ടായിരുന്നോ അവളെ? ഇല്ല, അമ്മായി പറഞ്ഞു. ഓഹോ, അപ്പൊ ഗൗരി അറിഞ്ഞോണ്ടുള്ള പരിപാടി അതില്ലേ എന്റെ കൊച്ചിനെ ചതിച്ചത്? എന്റെ അമ്മ, ഞാൻ ഒരു ഉപമ പറഞ്ഞതമ്മ. ഓഹോ, ഇങ്ങനെയാണോ ഉപമ പറയുന്നത്? മോള് കരയല്ലേ? കേശു, ഉള്ളതാണോടാ ഈ പറയുന്നതൊക്കെ? ഉള്ളത് തന്നെ അമ്മൂമ്മ, ഞങ്ങൾ കേട്ടയാണ്. അയ്യോ, മക്കള് കരയണ്ട. അമ്മൂമ്മ ഇങ്ങനെ നിൽക്കുമല്ലോ ഇവിടെ. മക്കള് സമാധാനമായിട്ടിരിക്കും. ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം.
എന്തോന്ന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാം പോയില്ല അമ്മൂമ്മ. പിന്നെ എന്തോ അവിടെ പേര്? യാരാ അതാ ഞാൻ ചോദിച്ചേ ആരാന്ന്. യാരാ ചോദിച്ചത് കേട്ടില്ലേ നിനക്ക്? ആരാന്നത്? പേരാണ് യാരാ. പയ്യെ ആറ് യാരാ. അയ്യേ അതെന്തൊരു പേരാടാ? അറബി പേര്. ലിച്ചു വേണ്ട ഇങ്ങോട്ട് നോക്കിയേ, അമ്മൂമ്മ ഒന്ന് പറയട്ടെ, കരയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ ഇവിടെ കേശു. അമ്മൂമ്മ ഇവിടെ നിന്നിട്ട് എന്താ കരയാള് വേറെ കെട്ടിയില്ല അവിടെ. ஐயோ லிச்சு நீ தப்பா ஏதோ புரிஞ்சுக்கிற. நம்ம சித்து அப்படியெல்லாம் செய்ய மாட்டான். ആന്റി ഇനി അവൻ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാണല്ലോ, ഓൾറെഡി എന്റെ ടെമ്പറൊക്കെ തെറ്റി നിക്ക. ലച്ചോ ഞാനേ വീട് മൊത്തം എന്റെ മൊബൈൽ തപ്പി കിട്ടിയില്ല. ആരും കണ്ടായിരുന്നാ? ഫോൺ എന്റെ മൊബൈല് നീ എടുത്തു വെച്ചേക്കുമായിരുന്നോ? ഈ കള്ളി പ്രാങ്ക് ആയിരുന്നല്ലേ. ലെറ്റ് ഈസ് സോ നോട്ടി. ആ മൊബൈൽ ഇതാ. ദുബായിലെ എന്റെ കോള് കാത്തൊരാൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഫോൺ താ, ഫോൺ താ. ഞാൻ പറഞ്ഞില്ലേ അവിടെ വെയിറ്റ് ചെയ്ത ആളുണ്ടെന്ന്. ഫോൺ താ. എന്നാലേ ഈ ഫോൺ ഞാൻ തനിക്ക് തരുന്നില്ല. തനിക്ക് ഫോൺ കിട്ടിട്ട് തന്നെ മറ്റാൾ വിളിക്കാനല്ലേ, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. മറ്റോളാ ഉള്ള ആളിയാ എന്തായാലും വരട്ടോ അളിയാ. സിദ്ധുവേ എന്നാലും എന്റെ മോനെ എന്താ അമ്മമ്മ? சித்து ലച്ചു ലച്ചൂസ് വിളിക്കരുത് നീ എന്നെ അങ്ങനെ. ലച്ചൂസേ നീ ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ നീ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നേ? നീ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരുടെ അടുത്ത് ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെ പെരുമാറുന്നേ. സിദ്ധു നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ സാധാരണ ഒരു പെൺകുട്ടിയാ. പെൺകുട്ടി? ഓഹോ, നിനക്കിപ്പോ ഞാൻ പെൺകുട്ടി അല്ലായിരിക്കുമല്ലോ, ഒരു കൊച്ചിന്റെ തള്ളയാണല്ലോ. എനിക്ക് വിടർന്ന കണ്ണുകളില്ല, ആപ്പിള് പോലത്തെ കവിളുകളില്ല, ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന എണ്ണ പാടങ്ങളില്ല, ഈന്തപ്പന തോട്ടങ്ങളില്ല. പക്ഷെ നിന്നെ മാത്രം സ്നേഹിക്കാൻ അറിയാവുന്നൊരു മനസ്സുണ്ടായിരുന്നു. അതാണ് നീ തല്ലിക്കെടുത്തിയത്. വിളിക്കരുത് നീ എന്നെ അങ്ങനെ. I just hate you. I hate you, Sidhu. I hate you.